ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നമുക്ക് സെൻസിബിളിനെ കുറിച്ച് സംസാരിക്കാം. ഓപ്ഷനും ഫ്യൂച്ചറും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപയോഗമുള്ള ഒരു വെബ്സൈറ്റ് ആണ് സെൻസിബിൾ. മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ആപ്പായിട്ടും അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഫ്യൂച്ചർ, ഓപ്ഷന്, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ടാണ് സെൻസിബിൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാനായിട്ടും സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് വേണ്ട മാർജിൻ, നമുക്ക് വരാവുന്ന ലോസ്, നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഗെയിന്, ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെൻസിബിളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രീ ബിൽഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജികളും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ടും വെർച്വൽ ട്രേഡിങ്ങിനായിട്ടും ഒക്കെ സെൻസിബിൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് പേര് ഓപ്ഷനും ഫ്യൂച്ചറും ഒക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട് എന്ന് കമന്റ് സെക്ഷനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സെൻസിബിളിനെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ഒരു വെബ്സൈറ്റ് ആണ് സെൻസിബിൾ. ഇനി സെൻസിബിളിൽ എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എന്ന് നോക്കാം. സെറോദ, 5 പൈസ, ആലിസ് ബ്ലൂ, മോട്ടിലാൽ ഓസ്വാൾ, ICICI ഡയറക്റ്റ്, IIFL എന്നീ ബ്രോക്കിംഗ് ഫേമുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെൻസിബിളിൽ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ലോഗിൻ ചെയ്യുകയും ചെയ്യാം, ഇതിൽ നമുക്ക് ട്രേഡ് എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ട്രേഡ് എടുക്കാനായിട്ട് സെൻസിബിളിന് പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട. സെൻസിബിളിന് 2 വേർഷൻസ് ഉണ്ട്, ഫ്രീ വേർഷനും അതുപോലെ തന്നെ പെയ്ഡ് വേർഷനും ഉണ്ട്. 7 ദിവസത്തേക്ക് സെൻസിബിളിന്റെ പ്രോ ട്രയൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കണം. എനിവേ, ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് 7 ദിവസം ഇത് പഠിക്കാനായിട്ട് മതിയാകും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പേയ്മെന്റ് കൊടുത്തിട്ട് പെയ്ഡ് വേർഷൻ എടുക്കാം. അതുപോലെ തന്നെ റിയൽ മണി ഇല്ലാതെ വെർച്വൽ ട്രേഡ് ചെയ്യാനായിട്ട് സെൻസിബിൾ ഉപയോഗിക്കാം. ഇത് ഓപ്ഷനും ഫ്യൂച്ചറും ഒക്കെ ട്രേഡ് ചെയ്ത് പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഗൂഗിളിൽ പോയി സെൻസിബിൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് തന്നെ sensibull.com എന്ന വെബ്സൈറ്റിൽ നമ്മൾ എത്തും. മൊബൈലിലും ഇത് ചെയ്യാം കേട്ടോ. വലിയ സ്ക്രീൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ആവുമ്പോൾ തന്നെ ഇവിടെ കുറെ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലോഗിൻ, ഓപ്ഷൻ ചെയിൻ, സ്ട്രാറ്റജി ബിൽഡർ, വെർച്വൽ ട്രേഡ്, സെൻസിബിൾ, സ്ക്രീനർ. നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ എന്റെ 5 പൈസയുടെ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 പൈസയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് വരും. ആക്ടിവേറ്റ് മൈ പ്രോ ട്രയൽ നൗ. എനിക്ക് വേണമെങ്കിൽ പ്രോ ട്രയൽ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ നോ കണ്ടിന്യൂ വിത്ത് ഫ്രീ പ്ലാൻ. അപ്പൊ ഞാൻ ഫ്രീ പ്ലാനിൽ കൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ എന്റെ പേര് കാണാൻ പറ്റും. കാരണം ഞാൻ ഓൾറെഡി 5 പൈസയിൽ ലോഗിൻ ചെയ്തപ്പോൾ സെൻസിബിൾ അവിടെ നിന്ന് ക്രെഡൻഷ്യൽ എടുത്തിട്ടാണ് ഞാനിവിടെ ലോഗിൻ ആയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈസിയസ്റ്റ് വേ ടു ട്രേഡ് ഓപ്ഷൻസ് എന്ന ഭാഗത്ത് അവൈലബിൾ ആണ്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് USD INRന്റെ ഫ്യൂച്ചറിന്റെ ഓപ്ഷന്, അതായത് ഏറ്റവും വില കുറഞ്ഞ സംഭവമാണ് കേട്ടോ. ഈ USD INR ഒക്കെ ട്രേഡ് ചെയ്യാനായിട്ട് വളരെ ചെറിയ പൈസ മതി. ഇത് നമ്മൾ ഡെലിവറി മേടിക്കാനാണെങ്കിലും 2000-3000 രൂപയൊക്കെ മതി മാക്സിമം. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് USD INR മുകളിലേക്ക് പോകുമോ, അപ്പ്, ന്യൂട്രൽ, അതായത് അവിടെ തന്നെ നിൽക്കുമോ, അതായത് താഴേക്ക് പോകുമോ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിഫ്റ്റി എങ്ങോട്ട് പോകും എന്നുള്ള കാഴ്ചപ്പാട്, അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് ഓരോ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമ്മൾ USD INR താഴേക്ക് പോകും, ഇത് ഓൾറെഡി ഇപ്പൊ കുറെ താഴെയാണ് കേട്ടോ. അപ്പൊ താഴേക്ക് പോകും എന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഡൗൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് 2000 രൂപ മതി ട്രേഡ് ചെയ്യാനായിട്ട്, 2000 മതി, താഴെയൊക്കെ മതി എന്നുള്ളത്. അപ്പൊ വീക്ക്ലി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേനും മാക്സിമം പ്രോഫിറ്റ് ഇത്ര, മാക്സിമം ലോസ് ഇത്ര എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മാക്സിമം പ്രോഫിറ്റ് 167 രൂപ, മാക്സിമം ലോസ് 82 രൂപ. അപ്പൊ ലോട്ട് സൈസ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഒരു ലോട്ട് എന്ന് പറയുന്ന 1000 ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഞാനിവിടെ 2 ലോട്ട് എന്ന് കൊടുക്കുമ്പോഴത്തേനും ലോസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇത്രയൊക്കെ നമുക്ക് റിസ്ക് ഉള്ളൂ. ഇതിലൊക്കെ നമുക്ക് സുഖമായിട്ട് റിയൽ മണിയിൽ തന്നെ ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതായത് USD INR കാര്യങ്ങളൊക്കെ. അപ്പൊ 3 ലോട്ട് എടുത്താൽ ഇത്ര, 4 ലോട്ട് എടുത്താൽ ഇത്ര, ഇങ്ങനെയാണ്. അതുപോലെ നിഫ്റ്റിയുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് സ്വന്തമായിട്ട് ഓരോന്നെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോവാം. റെഡിമെയ്ഡ് സ്ട്രാറ്റജി, അതായത് സെൻസിബിളിൽ തന്നെ കുറെ സ്ട്രാറ്റജികൾ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ട്രാറ്റജികൾ ഏതൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ സ്ട്രാറ്റജി വിസാർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോക്ക് നെയിമും കാര്യങ്ങളും ഒക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പം ഡിഫോൾട്ടായിട്ട് നിഫ്റ്റി വന്ന് കിടപ്പുണ്ട്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഒരു വ്യൂ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. 14,371 എബോവ് ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജികൾ. ഇനി ബിറ്റ്വീൻ 2 പ്രൈസിന് ഇടയ്ക്ക് ക്ലോസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജികൾ. പിന്നെ ബിലോയ്ക്ക് 14,371 താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ. അപ്പോൾ ഞാൻ കണക്കൂട്ടുകയാണ്, നിഫ്റ്റി ഈ ഒരു എക്സ്പയറി എന്ന് പറയുന്നത് 28 ജാനുവരി എക്സ്പയറി ആണല്ലോ. അപ്പൊ ഈ എക്സ്പയറിക്ക് 14,371 താഴെ ക്ലോസ് ചെയ്യും എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പൊ ബിലോ ഞാൻ ഇവിടെ കൊടുത്തു.
14,371 ഈ പ്രൈസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഞാനിപ്പോൾ മാറ്റുന്നില്ല. ഇനി ഈ ഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ നമുക്ക് ഈ എക്സ്പയറി ഡേറ്റ് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പം ഞാനതും മാറ്റിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. ഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിയറിഷ് മോഡാണ് അല്ലേ, കാരണം ബിലോയാണ് 14,371 ഇപ്പോൾ ഉള്ള പ്രൈസിന് ബിലോയാണ്, നമ്മൾ ബിയറിഷ് മോഡിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബിയർ ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജികളുണ്ട്. ഈ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ട്രാറ്റജികളും കാര്യങ്ങളും കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു, ആ ബട്ടൺ കാണുന്നില്ല. ഇത് കിട്ടാനായിട്ട് ഒന്നും കൂടെ ലോഗിൻ ചെയ്താൽ മതിയാവും. ഇനി ഈ ട്രേഡ് എന്ന പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. കാരണം താഴേക്ക് നമ്മൾ കാണുന്ന ഓരോ സ്ട്രാറ്റജികളാണ്. ഫ്രീ വേർഷനിൽ ഇവിടെ 2 സ്ട്രാറ്റജികളേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 2 സ്ട്രാറ്റജികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പ്രോ വേർഷന്റെ ട്രയൽ എടുക്കാൻ പറ്റും, 7 ദിവസത്തേക്ക് ഫ്രീ ആണ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ താഴേക്ക് കുറേ സ്ട്രാറ്റജികൾ കാണാൻ പറ്റും. എന്തായാലും ഞാൻ ഇതിൽ ഒരു സ്ട്രാറ്റജി വിശദീകരിക്കാം. ആദ്യത്തെ സ്ട്രാറ്റജി തന്നെ നമുക്ക് നോക്കാം. ട്രേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 28 ജാനുവരി എക്സ്പയറി ഉള്ള 14,400ന്റെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ 14,650ന്റെ കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുകയും ചെയ്യുന്നു. ഇത് രണ്ടും അടുത്തുള്ള ഔട്ട് ഓഫ് ദ മണിയാണ്. 14,400 നമുക്ക് വേണമെങ്കിൽ അറ്റ് ദ മണി ആയിട്ടും കണക്ക് കൂട്ടാം. എനിവേ 29 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഔട്ട് ഓഫ് ദ മണി ആയിട്ടും 14,400 കണക്ക് കൂട്ടാം. 14,650 എന്ന് പറയുന്നത് കുറച്ച് ദൂരെയുള്ള ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനാണ്. അപ്പം നമ്മൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്തു. വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇത് നിഫ്റ്റി താഴേക്ക് പോയാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. നിഫ്റ്റി മുകളിലേക്ക് പോയ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ പുട്ട് ഓപ്ഷനിൽ ഇതേ സംഭവം ചെയ്താൽ മതിയാവും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ലോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റും. പ്രീമിയം നമുക്ക് കിട്ടുന്ന 6,540 അത് തന്നെയാണ് മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഇത്രേ കിട്ടുള്ളൂ. മാക്സിമം ലോസ് നമുക്ക് വരാവുന്നത് 12,210 ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ റിസ്ക് റിവാർഡ് റേഷ്യോ അത്ര നല്ലതായിരിക്കില്ല. പിന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റിക്ക് എത്രയാണ് സാധ്യതയുള്ളതെന്ന് പെർസെന്റേജ് ബേസിൽ നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. 67% ഇതിൽ പ്രോഫിറ്റബിലിറ്റിക്ക് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ക്യാഷ് മുടക്കാതെ ട്രേഡ് എടുക്കാനായിട്ട് വെർച്വൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഒറിജിനലായിട്ട് നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഇവിടെ ട്രേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ലോട്ട് കൂട്ടണമെങ്കിലൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ സെൻസിബിളിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം വേണ്ട മാർജിൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 43K ആണ്, അതായത് 43,000 രൂപയാണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാനായിട്ട് വേണ്ടത്. നമ്മളിത് ലോസിലേക്ക് പോകുന്നത് 14,487 മുകളിൽ പോയാലാണ് നമ്മളിവിടെ ലോസിലേക്ക് പോകുള്ളൂ. ശരിക്കും ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 14,371 ഇന്നത്തെ കാര്യം നോക്കണ്ട. ഇന്ന് നിഫ്റ്റി ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് കേട്ടോ. രാവിലെ ഞാൻ SGS നിഫ്റ്റി നോക്കിയായിരുന്നു. അപ്പോൾ നിഫ്റ്റി വളരെ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും എടുക്കാം, പുട്ട് ഓപ്ഷൻ ചെയ്യുന്ന രീതിയും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിനെ വിശദമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഒരുപാട് സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അതെല്ലാം അടുത്ത വീഡിയോകളിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോയിലും കൂടെ വിശദമാക്കാം. എന്തായാലും സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും സെൻസിബിളിൽ കയറി നോക്കുക, ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പുറകെ നമ്മുടെ വീഡിയോയും വന്നുകൊണ്ടിരിക്കും. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ റിയൽ മണി ഇടാതെ വെർച്വൽ ട്രേഡ് ചെയ്യുക കേട്ടോ. ഇവിടെ വെർച്വൽ ട്രേഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതിന് പ്രോ ട്രയൽ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് എടുത്തേക്കാം. 7 ദിവസത്തേക്ക് ഫ്രീ ആണ്, അതൊന്ന് എടുത്തേക്കാം. നമുക്ക് ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ട്രയലുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഓൾറെഡി ഞാൻ 7 ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള ആ ട്രയൽ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്ന പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. ഇപ്പോൾ നമുക്കിത് ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഓപ്ഷൻ ചെയിൻ ഉണ്ട്, വെർച്വൽ ട്രേഡ് ഉണ്ട്, ടോപ്പ് ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജികൾ, അതുപോലെ സ്ട്രാറ്റജി ബിൽഡർ, അങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആ കാര്യങ്ങളെല്ലാം വിശദമാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.